ഈ ഒരു സാരി ഞാൻ നോട്ടിട്ട് വെച്ചിട്ട് കുറേ ആയിരിക്കുന്നു. ഇതിൻ്റെ കളറും അതുപോലെ ആ ഒരു ബോർഡർ കണ്ടോ അടിവശത്ത് നല്ല വീതിക്ക് വന്നിട്ടുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു അനാർക്കലി മോഡൽ ചുരിദാറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും അത് തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു മോഡലൊക്കെ വരച്ചുണ്ടാക്കിയിട്ടാണ് ചെയ്ത് ചെറുതായിട്ട് എൻ്റേതായ രീതിക്ക് ഞാൻ എങ്ങനെ വേണം എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മോഡൽ വരച്ചുണ്ടാക്കിയിട്ടാണ് ഈ ഒരു ഡിസൈന് ചെയ്തത് കേട്ടോ. അപ്പം പേപ്പറിൽ അത് കട്ട് ചെയ്തു. കട്ട് ചെയ്യാൻ കാരണം ഏറെയും തുണി നല്ല വേസ്റ്റാണ്. ഈ ഒരു ഓവർലാപ്പ് പോലെ അതിൻ്റെ ബോഡി പാർട്ട് ഞാൻ ഓവർലാപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര വേസ്റ്റാണ്, തുണി വേസ്റ്റായിട്ട് വരും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇത് പാറ്റേൺ മേക്കിംഗ് പേപ്പറൊന്നുമല്ല, നമ്മുടെ സദ്യക്കൊക്കെ ടേബിളിൻ്റെ മുകളിൽ വിരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റില്ലേ, അതിൻ്റെ ഒരു റോൾ ഇരിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ പിന്നിലും ഓരോ കഥയുണ്ടെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഇപ്പം തയ്ക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ് അതായിരുന്നു തയ്ച്ച് കാണിച്ചു കൊടുക്കാനുള്ളത്, ഓവർലാപ്പിൻ്റെ ചുരിദാർ. അപ്പോൾ അവർ സാധാരണ ഒരു മോഡലാണ് നമുക്ക് കാണിച്ചു തരിക. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ കഴിവ് പുറത്തു വരിക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മോഡലൊക്കെ വരച്ച് കട്ട് ചെയ്തുണ്ടാക്കുന്നത്, ഇപ്പം തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇരുന്നതും. കുത്തിയിരുന്ന് ചെയ്തതിന് എന്തായാലും ഫലം ഉണ്ടായി കേട്ടോ. ഇത് ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് മിസ്സിന് അയച്ചു കൊടുക്കുമ്പോൾ, പണ്ട് കുട്ടികളായിരുന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് നമ്മുടെ ടീച്ചർമാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ലേ, അതേ സന്തോഷത്തിൽ അതേ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനിത് അയച്ചു കൊടുത്തത്. അതുപോലെ തന്നെയാണ് കേട്ടോ റിപ്ലൈയും കിട്ടിയത്. നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. പണ്ട് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അതേപോലത്തെ ഒരു സന്തോഷം എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രത്യേകം എന്താ പറയണമെന്ന് വെച്ചാൽ, ആരും കമൻറ്റ് ചെയ്യാറില്ല, ലൈക്ക് ചെയ്യാറില്ല. പല വീഡിയോസും ഞാൻ യൂട്യൂബിലും എഫ് ബിയിലൊക്കെ ആയാലും കണ്ടിട്ടുണ്ട്. ചിലത് ഒന്നും ഇല്ലാത്തതിന് പോലെ എത്രയോ ലൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനൊരു ലൈക്ക് തന്നാൽ സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഫൈനൽ റിസൾട്ട് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയുന്നുണ്ട് കേട്ടോ, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളെ കാണാനും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടാൻ തന്നെയാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.